ആരാധിക്കപ്പെടുന്നു. ഒരിക്കൽ ആദിശങ്കരൻ ഒരു ദരിദ്രഭവനം സന്ദർശിക്കുകയും ഭിക്ഷ യാചിക്കുകയും ചെയ്തു. അപ്പോൾ ആ വീട്ടിൽ ആകെ ഉണ്ടായിരുന്ന ഒരു നെല്ലിക്ക വൃദ്ധയായ വീട്ടമ്മ അദ്ദേഹത്തിന് ദാനം നൽകുകയും ഇതിൽ സന്തോഷിച്ച ശങ്കരാചാര്യർ ഉടനെ കനകധാരാ സ്തോത്രം രചിച്ച് ഐശ്വര്യദായിനിയായി മഹാലക്ഷ്മിയെ സ്തുതിക്കുകയും അതിൽ പ്രസാദിച്ച ആ സർവേശ്വരി സാത്വികയായ ആ വൃദ്ധയുടെ മേൽ സ്വർണ്ണ നെല്ലിക്കകൾ വർഷിച്ചുകൊണ്ട് അവരുടെ ദാരിദ്ര്യം ഇല്ലാതാക്കുകയും ചെയ്തു എന്നാണ് കഥ. ഈ ഇല്ലം സ്വർണ്ണത്തില്ലം എന്ന പേരിൽ ഇന്നറിയപ്പെടുന്നു. വൃത്തിയും ശുചിത്വവുമുള്ള ഇടങ്ങളിൽ മാത്രമേ ലക്ഷ്മീദേവി വസിക്കൂ എന്നാണ് വിശ്വാസം. അതിനാൽ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കേണ്ടത് ഐശ്വര്യമുണ്ടാകാൻ അത്യാവശ്യമാണ് എന്നാണ് ആചാരം. കഠിനമായി പരിശ്രമിക്കാത്തവരുടെയും തൊഴിൽ ചെയ്യാൻ മടിക്കുന്നവരുടെയും അലസത ഉള്ളവരുടെയും പകൽ ഉറങ്ങുന്നവരുടെയും വൃത്തിഹീനരുടെയും കലഹിക്കുന്നവരുടെയും ഭവനങ്ങളിൽ ലക്ഷ്മിദേവി വസിക്കുക ഇല്ല എന്നാണ് വിശ്വാസം. അത്തരം ഇടങ്ങളിൽ ലക്ഷ്മിദേവിക്ക് പകരം ദാരിദ്ര്യത്തിന്റെയും ദുരിതങ്ങളുടെയും ഭഗവതിയായ ജ്യേഷ്ഠയാവും പ്രവേശിക്കുക എന്നാണ് പുരാണങ്ങൾ പറയുന്നത്. പൊതുവെ മഹാവിഷ്ണുവിനെ